നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേലക്കരയിൽ ചേലോടെ UR പ്രദീപ്, കൈക്കരുത്ത് കാട്ടി രാഹുലും പ്രിയങ്കയും. വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തി. പാലക്കാടും വയനാട്ടിലും ഭൂരിപക്ഷം ഉയർത്താൻ UDF-നായെങ്കിൽ ചേലക്കരയിൽ വിജയിച്ചെങ്കിലും LDF-ന്റെ വോട്ട് വിഹിതം കുറഞ്ഞു. വികസനമില്ലെന്ന കള്ളപ്രചാരണം ചേലക്കരയിലെ ജനം തള്ളിക്കളഞ്ഞെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമെന്നും LDF-ന്റെ വിജയം ഉറപ്പിച്ച പ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തിയതെന്നും MP. കുന്നംകുളത്ത് KSRTC ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. ഇടിച്ച ബസ് നിർത്താതെ പോയി. ദേശീയപാത നിർമ്മാണ കരാർ തൊഴിലാളികൾ കുടിവെള്ള പൈപ്പ് ലൈൻ തകർത്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. വിശദമായ വാർത്തയിലേക്ക്. ചേലക്കരയിൽ ചേലോടെ UR പ്രദീപ്, കൈക്കരുത്ത് കാട്ടി രാഹുലും പ്രിയങ്കയും. വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തി. പാലക്കാടും വയനാട്ടിലും ഭൂരിപക്ഷം ഉയർത്താൻ UDF-നായെങ്കിൽ ചേലക്കരയിൽ വിജയിച്ചെങ്കിലും LDF-ന്റെ വോട്ട് വിഹിതം കുറഞ്ഞു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. സിറ്റിംഗ് സീറ്റുകൾ അതത് പാർട്ടികൾ നിലനിർത്തി. ചേലക്കര ഇടതുകോട്ടയായി നിലനിന്നെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറയുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. തിളച്ചുമറിയുന്ന ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഒറ്റക്കെട്ടോടെ പ്രചരണം നടത്തിയ UDF-ന് പക്ഷേ വിജയം എത്തിപ്പിടിക്കാനായില്ല. BJP-യാകട്ടെ വോട്ട് വിഹിതം ഉയർത്തി തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. വരവൂർ, ദേശമംഗലം, മുള്ളൂർക്കര, ചേലക്കര, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തുകൾ ഇടതിനു കരുത്തായപ്പോൾ പഴയന്നൂർ, കൊണ്ടാഴി, തിരുവില്ലോമല എന്നീ പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയും ശക്തി തെളിയിച്ചു. അതേസമയം PV അൻവറിന്റെ DMK സ്ഥാനാർത്ഥി NK സുധീറിന് യാതൊരു ചലനവും സൃഷ്ടിക്കാനായില്ല. പാലക്കാട് UDF എല്ലാ പ്രവചനങ്ങളെയും മറികടക്കുന്ന വിജയമാണ് സ്വന്തമാക്കിയത്. ശക്തി കേന്ദ്രമായ നഗരസഭയിൽ വലിയ തിരിച്ചടി നേരിട്ട BJP-ക്ക് ശക്തി കേന്ദ്രങ്ങളിലും മികവ് തുടരാനായില്ല. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 10,000-ൽ പരം വോട്ട് കുറഞ്ഞപ്പോൾ മൂന്നാമതെത്തിയ LDF-മായുള്ള വോട്ട് അന്തരം 2256 മാത്രമായി കുറഞ്ഞു. 18,840 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തും. വയനാട് പ്രിയങ്ക ഗാന്ധി 4,10,931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തും. വിജയം ഉറപ്പിച്ചിരുന്ന UDF-ന് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക. സർക്കാരിനെ സംബന്ധിച്ച് ചേലക്കര വിജയം ആശ്വാസകരമാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാം. UDF-ന് പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയം തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് ആവേശം പകരും. BJP-ക്ക് പാലക്കാട്ടെ തിരിച്ചടി മറികടക്കാൻ ചേലക്കരയിൽ നേടിയ വോട്ട് വിഹിതത്തിന്റെ കണക്കു മാത്രമേ നിരത്താനുള്ളൂ. പൊളിറ്റിക്കൽ ഡെസ്ക്, CCTV. വികസനമില്ലെന്ന കള്ളപ്രചാരണം ചേലക്കരയിലെ ജനം തള്ളിക്കളഞ്ഞെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമാണ്. LDF-ന്റെ വിജയം ഉറപ്പിച്ച പ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തിയതെന്നും കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 6 തവണയായി തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യം വിജയിച്ചുകൊണ്ട് 7ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കുമെന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങൾക്ക് വിശ്വാസ്യത വന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് KSRTC ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ് ഇടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് വീണ രാജിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 7:30-യോടെ കുന്നംകുളം പട്ടാമ്പി റോഡിലാണ് അപകടമുണ്ടായത്. കക്കാടുള്ള മകളുടെ വീട്ടിൽ നിന്നും ചിറ്റാട്ടുകരയിലെ സ്വന്തം വീട്ടിലേക്ക് മകനുമൊത്ത് ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു അപകടം. പുറകിൽ നിന്നു വന്ന ബസ് ഇടിച്ചതിനെ തുടർന്ന് രാജി ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ചക്രങ്ങൾ ശരീരത്തിലൂടെ കയറിയിറങ്ങി. സംഭവം നടന്ന ഉടനെ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അപകടം സംഭവിച്ചതറിയാതെ KSRTC ലോ ഫ്ലോർ ബസ് നിർത്താതെ പോയി. പിന്നാലെ എത്തിയ മറ്റു വാഹനയാത്രക്കാരാണ് KSRTC ജീവനക്കാരെ വിവരം അറിയിച്ചത്. മൃതദേഹം കുന്നംകുളം മലങ്കര ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:30 എളവള്ളി ഗ്രാമപഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. ലിതിൻ, ലിമ എന്നിവർ മക്കളാണ്. കേരളം കണ്ട മികച്ച നവോത്ഥാന പ്രക്രിയയാണ് ഗുരുവായൂർ സത്യാഗ്രഹമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. അതിലൂടെ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നും ശ്രീധരൻപിള്ള ഗുരുവായൂരിൽ പറഞ്ഞു. ഈ നവോത്ഥാന പ്രക്രിയയിൽ അതിന് വലിയ മാറ്റമായി ഗുരുദേവനൊക്കെ കൊണ്ടുവരുമ്പോഴും സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞു, ടാഗോർ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞു, സ്വാമിജി എ മെൻ ഓഫ് നോ നെഗറ്റിവിസം. അതുപോലെ വിപുലീകരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മുഴുവൻ വാർത്തെടുത്തത് സ്വാമി വിവേകാനന്ദനാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമിതിയുടെ കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ. വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിലൂടെയുള്ള നവോത്ഥാന പാഠങ്ങൾ പുതിയ തലമുറയ്ക്ക് പകരണം. ജാതി വ്യവസ്ഥിതിയുടെ ഉച്ചനീചത്വങ്ങൾക്കിടയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ നവോത്ഥാന ദർശനങ്ങൾ കേരളത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം മഹാരഥന്മാരുടെ ചിന്താമൂല്യങ്ങൾ പകർന്നുകൊടുക്കേണ്ടവർ കുറ്റകരമായ മൗനത്തിലാണെന്നും ഗവർണർ പറഞ്ഞു. സത്യാഗ്രഹ സമിതി ചെയർമാൻ സ്വാമി A ഹരിനാരായണൻ അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, സമിതി കൺവീനർ ഷാജു പുത്തൂർ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, സുവർണ മനോജ്, ബാലൻ വാർനാട്ട് എന്നിവർ സംസാരിച്ചു. ജാതീയതയ്ക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ K കേളപ്പന്റെ പേരിലുള്ള പുരസ്കാരം ജീവിതത്തിലെ വലിയ പുണ്യമായി കരുതുന്നുവെന്ന് PV ചന്ദ്രൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാൾ തിരയിൽപ്പെട്ടു. കോയമ്പത്തൂർ ഭാരതി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി VS ഗോകുലാണ് അപകടത്തിൽപ്പെട്ടത്. 40 പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘമാണ് ബീച്ചിലെത്തിയത്. കൂട്ടുകാരോടൊത്ത് കടലിൽ കുളിച്ചുകൊണ്ടിരിക്കെ ഗോകുൽ തിരയിൽപ്പെടുകയായിരുന്നു. മറ്റൊരു തിരയിൽ തിരികെ വന്ന ഗോകുലിനെ കൂട്ടുകാർ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചെങ്കിലും ചലനമില്ലാത്ത സ്ഥിതിയിലായിരുന്നു. വിദ്യാർത്ഥി സംഘത്തിലുണ്ടായിരുന്ന മലപ്പുറം എടവണ്ണ സ്വദേശി നിഹാൽ CPR നൽകിയതോടെയാണ് ഗോകുൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ച ഗോകുലിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഗോകുൽ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. എരുമപ്പെട്ടിയിൽ പോലീസ് വാഹനം കാറിന് പുറകിലിടിച്ച് അപകടം. ഫൊറോന പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന പോലീസ് വാഹനം മുന്നിൽ സഞ്ചരിച്ചിരുന്ന വാഗണർ കാറിൽ ഇടിക്കുകയായിരുന്നു. പോലീസ് വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിൽ വാഗണർ കാറിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. പഴവൂർ അമ്പലത്ത് വീട്ടിൽ ഉമ്മറാണ് കാറിന്റെ ഉടമസ്ഥൻ. ഉമ്മറിന്റെ മകൻ സുനീറാണ് കാർ ഓടിച്ചിരുന്നത്. ദേശീയപാത നിർമ്മാണ കരാർ തൊഴിലാളികൾ കുടിവെള്ള പൈപ്പ് ലൈൻ തകർത്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. പുന്നയൂർ പഞ്ചായത്തിലെ 9, 12 വാർഡുകളിലേക്ക് കുടിവെള്ളത്തിനായി വലിച്ചിരുന്ന ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് ലൈനാണ് 3ാം തവണയും ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ പൊട്ടിച്ചത്. ഇതുമൂലം 2 ദിവസമായി മേഖലയിൽ കുടിവെള്ളം എത്തിയിരുന്നില്ല. 2 വാർഡുകളിൽ നിന്നായി 400ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ വലഞ്ഞത്. കഴിഞ്ഞ 2 തവണകളിലും തൊഴിലാളികൾ പണിക്കിടെ പൊട്ടിച്ച പൈപ്പ് ലൈൻ കുടിവെള്ള കമ്മിറ്റിയാണ് തകരാറുകൾ പരിഹരിച്ചത്. എന്നാൽ ഇത് തുടർക്കഥയായതോടുകൂടിയാണ് പ്രശ്നം രൂക്ഷമായത്. നിരവധി തവണ ദേശീയപാത അധികൃതരോട് വിവരം ധരിപ്പിച്ചെങ്കിലും തകരാർ പരിഹരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. എത്രയും പെട്ടെന്ന് പൈപ്പ് തകരാർ പരിഹരിക്കാമെന്ന് അധികൃതർ ഉറപ്പു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുവദിച്ചത്. വാർഡ് മെമ്പർ MK അർഫാത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, മനീഷ്, അഷ്റഫ് വാരിയങ്ങാട് തുടങ്ങി നാട്ടുകാരും പൊതുപ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കുന്നംകുളം മേഖലയിൽ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ച് വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ, മരുതൂർ കുളങ്ങര മഹാദേവൻ ദേവന്റെ തിടമ്പേറ്റും. 5 മണിക്ക് ശേഷം പഞ്ചവാദ്യത്തിലെയും ചെണ്ടമേളത്തിലെയും അകമ്പടിയോടെയുള്ള പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തും. തുടർന്ന് 7 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 18 ഗജവീരന്മാർ അണിനിരക്കും.
വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയാകും. രാത്രി പൂരാവർത്തനത്തോടെ പുലർച്ചെ പൂരത്തിന് സമാപനമാകും. പൂരാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളറക്കാട് ദുബായ് റോഡിന് സമീപം ഓട്ടോ ടാക്സിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ മനപ്പടി ചിങ്ങങ്കാവ് സ്വദേശി 49 വയസ്സുള്ള കുഞ്ഞുമോൻ, ഓട്ടോ ടാക്സി യാത്രക്കാരായ തൊഴുക്കര തണ്ണീർക്കോട് സ്വദേശികളായ മണ്ണാരപ്പുരയ്ക്കൽ 70 വയസ്സുള്ള ശശി, 57 വയസ്സുള്ള ദേവയാനി, 51 വയസ്സുള്ള അശോകൻ, 56 വയസ്സുള്ള കോമള എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് അപകടമുണ്ടായത്. വെള്ളർക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർ ദിശയിൽ നിന്നും വന്നിരുന്ന ഓട്ടോ ടാക്സി ഇടിക്കുകയായിരുന്നു. കുഞ്ഞുമോന്റെ പരിക്ക് സാരമുള്ളതാണ്. ഇയാളെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരിക്കേറ്റ മറ്റുള്ളവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസും കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നവീകരണ പ്രവൃത്തി നടക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ കളക്ടർ വരുന്ന ഡിസംബർ 31-ന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരനും എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി. AC മൊയ്തീൻ MLA അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ഗ്രൗണ്ട് നവീകരിക്കുന്നത്. മണ്ണും മണലും ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവലിംഗ്, സിന്തറ്റിക് ജമ്പിംഗ് പിറ്റ്, ബാസ്കറ്റ്, വോളിബോൾ കോർട്ടുകൾ, ഡ്രസ്സിംഗ് റൂം, ചുറ്റുമതിൽ, ചുറ്റും ഫെൻസിംഗ് നെറ്റ്, ഡ്രൈനേജ് തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. 2 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗ്രൗണ്ട് ഉപയോഗപ്രദമല്ലാത്തതിനാൽ കുട്ടികളുടെ കായിക പരിശീലനം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനെ തുടർന്നാണ് കളക്ടർ ഗ്രൗണ്ടിൽ സന്ദർശനം നടത്തിയത്. കൂടുതൽ തൊഴിലാളികളെയും യന്ത്രസാമഗ്രികളും ഉപയോഗിച്ച് ഡിസംബർ 31-ന് മുമ്പ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. കായിക താരങ്ങൾക്ക് പരിശീലനത്തിനാവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളും നൽകാമെന്നും ഭക്ഷണത്തിനാവശ്യമായ സൗകര്യമൊരുക്കാൻ പരിശ്രമിക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകി. ഗ്രൗണ്ട് കുട്ടികളുടെ കായിക പരിശീലനത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വിട്ടു നൽകരുതെന്നും കളക്ടർ കർശനമായി നിർദ്ദേശം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പാൾ KF സിൻഡ, ഹെഡ്മിസ്ട്രസ് ബീന C. ജേക്കബ്, കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ, PTA SMC അംഗങ്ങളും സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. വെസ്റ്റ് മങ്ങാട് സ്കൂളിന് സമീപം കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ച സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വലിയ കടന്നൽ കൂട് കണ്ടെത്തി വെള്ളിയാഴ്ച വൈകിട്ട് ബൈക്കിൽ പോവുകയായിരുന്ന മാളൂർക്കടവ് സ്വദേശി പണ്ടാരപ്പറമ്പിൽ ജയനെ കടന്നലുകൾ ആക്രമിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജയൻ രാത്രി മരിച്ചു. നാട്ടുകാർ വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ കടന്നൽ കൂട് കണ്ടെത്തിയിരുന്നില്ല. ശനിയാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിൽ വലിയ കടന്നൽ കൂട് കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. കാട്ടകമ്പൽ അമ്പലനടയിലെ ആൽമരത്തിൽ കണ്ട വലിയ കടന്നൽക്കൂട് അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാത്രി നശിപ്പിച്ചിരുന്നു. പ്രദേശത്ത് 2 പേർക്ക് കടന്നൽ കുത്തേറ്റിരുന്നു. ഇതേ തുടർന്നാണ് കടന്നൽക്കൂട് നശിപ്പിച്ചത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ വാർഡ് 3 പൂശപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. M. പത്മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി OK ശശി, NCP സംസ്ഥാന സെക്രട്ടറി AV വല്ലഭൻ, KK സുബ്രഹ്മണ്യൻ, കേരള കോൺഗ്രസ് M മണ്ഡലം സെക്രട്ടറി AI കൃഷ്ണൻകുട്ടി, CPM ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. KK സതീശൻ സ്വാഗതവും A. സജി നന്ദിയും പറഞ്ഞു. ചെയർമാൻ M. പത്മിനി ടീച്ചർ, കൺവീനർ KK സതീശൻ, ട്രഷറർ A. സജി എന്നിവർ ഭാരവാഹികളായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. അക്കിക്കാവ് കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് പരുവക്കുന്ന് സ്വദേശി ഹിലാൽ, കരിക്കാട് സ്വദേശി രാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 1:30ഓടെയാണ് കരിക്കാട് സെന്റ് ജോർജ് പള്ളിക്ക് മുന്നിൽ അപകടമുണ്ടായത്. പള്ളി സെക്രട്ടറിയായ രാജൻ പള്ളിയിലേക്ക് തിരിയുന്നതിനിടെ ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കും പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ചിറക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പെരുമ്പിലാവിലെ സ്വകാര്യ ഹോട്ടലിലെ ഫുഡ് ഡെലിവറി ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. മറ്റം ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നുള്ള യുവജന ക്ലബ്ബുകൾ ഫുട്ബോൾ മത്സരത്തിൽ മാറ്റുരച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ശരത് രാമനുണ്ണി, KK ജയന്തി, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ പൈനിത്തടം പാസ്ക് ക്ലബ്ബും അരിയന്നൂർ പുലരി ക്ലബ്ബും ഏറ്റുമുട്ടിയതിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പാസ്ക് ക്ലബ്ബ് വിജയിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ കലാമത്സരങ്ങൾക്കും തുടക്കമായി. കഥാരചന, കവിതാരചന, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമഗ്ര GIS മാപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള ഡ്രോൺ സർവേ ആരംഭിച്ചു. നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രോൺ, DGPS, GPS, പ്രത്യേകം രൂപപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ സഹായത്തോടെ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പൊതു സ്വകാര്യ ആസ്തികളും അവയുടെ അടിസ്ഥാന വിവരങ്ങളോടെ മാപ്പ് ചെയ്യുകയും അവ വിശകലന സൗകര്യത്തോടു കൂടിയ വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക വഴി ആവശ്യമായ വിവരങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും വിരൽത്തുമ്പിൽ എത്തിക്കുകയാണ് പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത്. പഞ്ചായത്തിന്റെ പരിധിയിൽ 3 ദിവസം ഡ്രോൺ ഉണ്ടാകുമെന്നും ആരും ഇതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. പദ്ധതിയുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും കെട്ടിട സർവേയുമായി പഞ്ചായത്ത് നിയോഗിക്കുന്ന ആളുകൾ സമീപിക്കുമ്പോൾ പൂർണ്ണവും സത്യസന്ധവും കൃത്യവുമായ വിവരങ്ങൾ നൽകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ആധുനിക വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ കെട്ടിടങ്ങളും ഫോട്ടോ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തി മാപ്പ് ചെയ്യുന്നതോടൊപ്പം റോഡ്, പാലം, കൾവേർട്ട്, ഡ്രൈനേജ്, കനാൽ, ലാൻഡ്മാർക്ക്, തണ്ണീർത്തടങ്ങൾ, സൂക്ഷ്മതല ഭൂവിനിയോഗ മാപ്പുകൾ എന്നിവ ഒരു വെബ് പോർട്ടലിൽ ആവശ്യാനുസരണം സെർച്ച് ചെയ്ത് പരിശോധിക്കാൻ കഴിയും വിധമാണ് സജ്ജമാക്കുന്നത്. ആധുനികതയിലൂന്നിയ ആസൂത്രണം, കൃത്യതയാർന്ന പദ്ധതി വിഭാവന നിർവഹണം, ക്ഷേമ പദ്ധതികളെ ഏറ്റവും അർഹരിലേക്ക് എത്തിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഏറ്റവും കൃത്യതയോടെ നടപ്പിലാക്കാൻ സഹായിക്കുന്നതോടൊപ്പം കൃഷി, വ്യവസായം, ആരോഗ്യം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾ കാര്യക്ഷമമായി പ്രാവർത്തികമാക്കാനും സഹായിക്കും. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ശാസ്ത്രീയമായി സാധ്യമാക്കാൻ പദ്ധതി സഹായകമാകുമെന്നും K-സ്മാർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഇതേറെ പ്രയോജനപ്രദമാണെന്നും സത്യസന്ധമായ വിവരങ്ങൾ നൽകി മുഴുവൻ ആളുകളും ഇതുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപനത്തിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നെല്ലുവായ് സെന്ററിൽ നിന്നാരംഭിച്ച റാലി കടങ്ങോട് സെന്ററിൽ സമാപിച്ചു. റെഡ് വളണ്ടിയർ മാർച്ചും വാദ്യമേളങ്ങളും റാലിക്ക് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, UK മണി, OB സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. PC അബാൽമണിയെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഡോക്ടർ VC ബിനോജ്, OB സുബ്രഹ്മണ്യൻ, സുമന സുഗതൻ, PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, TK ശിവൻ, PT ജോസഫ്, KK യോഗേഷ് തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് സമരായുധമാകുന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗം ഞങ്ങൾ നടത്തുന്നത്? ഇന്ത്യ ഗവൺമെന്റ് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നയങ്ങളുണ്ട്. ആ നയങ്ങളെ പ്രതിരോധിക്കുന്നതിലെ അതിശക്തമായ നിലപാട് ഇന്ത്യയിലെ മറ്റെല്ലാ ഗവൺമെന്റുകളെക്കാൾ ശക്തിയായി നിർവഹിക്കുന്ന ഒരു ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ്. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടന്നു. എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച രാവിലെ പാട്ടുകുർബാന, സന്ദേശം, നൊവേന, ലതീഞ്ഞ്, കൂടുതുറക്കൽ, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ നടന്നു. വെള്ളർക്കാട് പള്ളി വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി കൂടുതുറക്കലിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
തിരുനാൾ ദിവസമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആൽവിൻ ഞെഴുങ്ങൻ ISCH മുഖ്യ കാർമ്മികനാകും. ഫാദർ നവീൻ മുരിങ്ങത്തേരി സഹകാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നടക്കുന്ന പാട്ടുകുർബാനയ്ക്കും തിരുനാൾ പ്രദക്ഷിണത്തിനും ഫാദർ ആൻഡ്രൂ സേവിയർ കാർമ്മികത്വം വഹിക്കും. കൈക്കാരന്മാരായ NJ ജെമി, NP സേവി, PB ലൈജോ, PP ജോസ്, സെക്രട്ടറി PJ ബൈജു, ജോയിന്റ് സെക്രട്ടറി അൽഫോൺസ ബാബു, KA തോമസ്, ഓസ്റ്റിൻ ബെന്നി എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് എരുമപ്പെട്ടി. CPM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപിച്ചു. വ്യാഴാഴ്ച AB ബിജേഷ്, KP ദിലീപ് കുമാർ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ രൂപീകരിച്ച 15-അംഗ കമ്മിറ്റിയിൽ നിന്നും പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി KE സുധീറിനെ വീണ്ടും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും റെഡ് വൾഡിയർ മാർച്ചോടെ ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയായ കരിക്കാട് സീതാറാം യെച്ചൂരി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗവും ഗുരുവായൂർ MLAയുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K കൊച്ചനിയൻ, KB ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി KE സുധീർ സ്വാഗതവും PK മുരളി നന്ദിയും പറഞ്ഞു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു. തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ വിളക്കുപന്തലിൽ മഹാഗണപതി ഹോമമുണ്ടായി. വൈകിട്ട് 6-ന് തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും താലത്തിന്റെയും അകമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. നഗരവീഥിയിലൂടെ ഉടുക്കുപാട്ടോടെ രാത്രി 10 മണിയോടുകൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. രാത്രി 10:30-ന് വിളക്ക് പന്തലിൽ ഉടുക്കുപാട്ട്, പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടും തട, കനലാട്ടം എന്നിവ നടന്നു. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനവും ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയുടെ മുല്ലശ്ശേരി മേഖല സംഘാടക സമിതി രൂപീകരണ യോഗവും വിദ്യാഭ്യാസ സെമിനാറും നടന്നു. CPM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മേഖലാ കമ്മിറ്റി സെക്രട്ടറി MS രതി അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി വിഷയാവതരണം നടത്തി. രാജേഷ്, അതുൽ, ജോൺ, ഫഹ്മിദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിഷയാവതരണത്തിനെ തുടർന്ന് അംഗങ്ങൾ പങ്കെടുത്ത ചർച്ചയും നടന്നു. സംസ്ഥാന ജാഥയുടെ ലഘുലേഖയുടെ പ്രകാശനം എളവള്ളി പഞ്ചായത്ത് അംഗം PM അബുവിന് നൽകി നിർവഹിച്ചു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് നവംബർ 26-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകും. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ചിത്രരചനാ മത്സരം നടത്തി. വിവിധ ജില്ലകളിൽ നിന്നായി LKG മുതൽ കോളേജ് തലം വരെയുള്ള 3800 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. 524 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച കൊച്ചന്നൂർ അമൽ സ്കൂൾ പ്രത്യേക ട്രോഫിക്ക് അർഹരായി. വിജയികൾക്ക് ജനുവരിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മമ്മിയൂർ LF കോളേജിൽ നടന്ന മത്സരം നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ് മുഖ്യാതിഥിയായി. ക്ലബ്ബ് സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ബാബു വർഗീസ്, ചാർലി മാളിയമ്മാവ്, KB ഷൈജു, VK അനിൽകുമാർ, TD വാസുദേവൻ, ബിന്ദു ജയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ കേരള റൈറ്റേഴ്സ് ഫോറം ഏർപ്പെടുത്തിയ 2024 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പുരസ്കാരം ഡിട്രോയിറ്റിലെ അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളത്തിന് സമർപ്പിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ അബ്ദുൾ പുന്നയൂർകുളത്തിന് ഫോറം പ്രതിനിധി മാത്യു നെല്ലിക്കുന്ന് പുരസ്കാരം സമ്മാനിച്ചു. T മോഹൻ ബാബു ആമുഖ പ്രഭാഷണം നടത്തി. ഹക്കിം വെളിയത്ത്, പ്രദീപ് നാരായണൻ, റഷീദ് K മൊയ്തു, രാജൻ പുഷ്പാഞ്ജലി, സജീഷ് പെരുമുടിശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള റൈറ്റേഴ്സ് ഫോറത്തിന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ശരത്കാല സന്ധ്യയുടെ മണിമുഴക്കങ്ങൾ എന്ന പുസ്തകം MV ജോസിന് നൽകി മാത്യു നെല്ലിക്കുന്ന് പ്രകാശനം നിർവഹിച്ചു. കുന്നംകുളം ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടിയും
2023 മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവും അധ്യാപികയും തിയേറ്റർ ആർട്ടിസ്റ്റുമായ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി. ഏറ്റവും മുതിർന്ന 5 മുത്തശ്ശി മുത്തശ്ശന്മാരും ബീന ടീച്ചറും ചേർന്ന് നിലവിളക്കു തെളിയിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ റീന ഡേവിസ്, PRO S ജ്യോതി, സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിലക്ഷ്മി, അധ്യാപിക വിനീത എന്നിവർ സംസാരിച്ചു. സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന മുത്തശ്ശി മുത്തച്ഛന്മാരെയും അതിഥികളെയും രക്ഷാകർത്താക്കളെയും കുട്ടികളെയും വ്യത്യസ്തമായ വെൽക്കം ഡാൻസിലൂടെയാണ് അധ്യാപികമാർ സ്വീകരിച്ചത്. സെന്റ് മേരീസിലെ കുരുന്നുകൾ അവരുടെ മുത്തശ്ശി മുത്തച്ഛന്മാരോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ എല്ലാവരോടുമായി പങ്കുവച്ചു. കുട്ടികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ വർണ്ണാഭമായി. തങ്ങളുടെ കൊച്ചുമക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ കാണാനും അവരുടെ കൂട്ടുകാരെ പരിചയപ്പെടാനും അവരോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാനുമുള്ള അവസരമാണ് ബദനി മാനേജ്മെന്റ് ഒരുക്കിയത്. CCTV ന്യൂസ് കുന്നംകുളം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം നട തുറന്നപ്പോഴായിരുന്നു ദർശനം. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ഗോവ ഗവർണറെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ഗസ്റ്റ് ഹൌസ് അസിസ്റ്റന്റ് മാനേജർ സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ജീവനക്കാർ സ്വീകരിച്ചു. BJP പ്രവർത്തകർക്കൊപ്പം ശ്രീവത്സത്തിൽ നിന്ന് നടന്നാണ് ഗവർണർ ക്ഷേത്രത്തിലെത്തിയത്. കാണിക്ക സമർപ്പിച്ച് തൊഴുതു. ഗവർണറുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കുന്നംകുളം നഗരസഭാ കേരളോത്സവം നവംബർ 28 മുതൽ ഡിസംബർ 15 വരെ വിവിധ വേദികളിലായി നടക്കും. സംഘാടക സമിതി യോഗം വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. യുവജനോത്സവം, കേരളോത്സവം ഇനങ്ങളിലായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. അപേക്ഷാ ഫോം നഗരസഭാ ഓഫീസിൽ നിന്ന് ലഭിക്കും. നവംബർ 26 വരെ അപേക്ഷ നൽകാം. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, സൂപ്രണ്ട് അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചെയർമാനും സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ വർക്കിംഗ് ചെയർമാനും നഗരസഭാ സെക്രട്ടറി കൺവീനറുമായുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഗ്രാഫിക്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി മില്ലറ്റ് മേള നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭ ടൗൺ ഹാളിലെ സെക്യുലർ ഫ്രീഡം ഹാളുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 7:30 വരെയാണ് മില്ലറ്റ് മേള. ചെറുധാന്യങ്ങളും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുകയാണ് മേളയുടെ ലക്ഷ്യം. ചെറുധാന്യങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഓർഗാനിക് ഉൽപ്പന്നങ്ങളും മേളയിലുണ്ടാകും. സോളാർ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉപയോഗരീതികളുടെ വിശദീകരണങ്ങളും ഉണ്ടാകും. ഭാരവാഹികളായ AN ജോസഫ്, ബിജു ലാസർ, ഷൈല മൊയ്തു, VM നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്കാഘോഷം അന്നദാനവും നടന്നു. വിളക്ക് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് പുതുശ്ശേരി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളത്തിന്റെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. അകമല MK ശ്രീധരൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്ക് സംഘം ദേശവിളക്കാഘോഷത്തിൽ വിളക്ക് പാർട്ടിയായി. നിരവധിയായ താലങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടിനു ശേഷം ഉടുക്കുപാട്ട് നടന്നു. പുലർച്ചെ കാണിപ്പാട്ട്, കനലാട്ടം, വെട്ടുംതട തുടങ്ങിയ ചടങ്ങുകളോടെ ദേശവിളക്കാഘോഷത്തിന് സമാപനമായി. നിരവധി ഭക്തജനങ്ങൾ വിളക്കാഘോഷത്തിൽ പങ്കാളികളായി. അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ ഷില്ലേഷ് പൊന്നരാശ്ശേരി, PC ഷാജി, PS വിനു, CS ജിജി, മുരളീധരൻ പൂവത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ദേശവിളക്ക് നടന്നത്. ദീപാരാധനയ്ക്കു ശേഷം ചാട്ടുകുളം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ഉടുക്ക്, കൊട്ടിപ്പാട്ട്, നാഗസ്വരം, പഞ്ചവാദ്യം, ഗജവീരന്മാർ എന്നിവ അകമ്പടിയായി. തുടർന്ന് പന്തൽ പൂജ, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം, തിരിയൊഴിച്ചിൽ എന്നിവയും ഉണ്ടായി. 2 നേരങ്ങളിലായി നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വേലൂർ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല കായികമേള, ശാസ്ത്രമേള എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് നേട്ടം കൈവരിച്ച കായിക താരങ്ങളെയും കായികാധ്യാപകൻ PM ശ്രീജീഷിനെയും സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ പാവനിർമ്മാണത്തിന് 3ാം സ്ഥാനവും A ഗ്രേഡും നേടിയ അമീഷ CA എന്ന വിദ്യാർത്ഥിനിയെയുമാണ് അനുമോദിച്ചത്.
PTA-യുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. കേരളവർമ്മ കോളേജ് മുൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ AV സുരേഷ് കുമാർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, വാർഡ് മെമ്പർ CD സൈമൺ, സ്കൂൾ പ്രിൻസിപ്പാൾ ജിജി ജേക്കബ് T, ഹെഡ്മാസ്റ്റർ MV രത്നകുമാർ, PTA പ്രസിഡന്റ് രാജൻ KK, SMC ചെയർമാൻ TD ദയൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, വേലൂർ. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ LP ജനറൽ വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും LP വിഭാഗം ഓവറോൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി പുന്നയൂർകുളം ആൽത്തറ രാമരാജ സ്കൂൾ. കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേക അസംബ്ലി ചേർന്ന് മാനേജർ TP ഉണ്ണി ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പ്രധാന അധ്യാപകൻ സജിത്ത്, അധ്യാപകരായ രാജീവ്, കബീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ കുട്ടികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടന റാലിയും പായസ വിതരണവും ഉണ്ടായി. അനീഷ്, TV ഷിജോ, PM സിജോ, CM ശരണ്യ, രമ്യ സുനിൽ, PR ശരണ്യ തുടങ്ങിയ അധ്യാപകരും PTA MPTA അംഗങ്ങളും നേതൃത്വം നൽകി. തലക്കോട്ടുകര ഇടവകയിൽ കണ്ണേപ്പാടം ഹോളി ട്രിനിറ്റി പള്ളിയിലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിന് കൊടിയേറി. വെള്ളിയാഴ്ച വൈകിട്ട് കാനഡയിലെ മിസിസാഗ രൂപത വൈസ് ചാൻസലർ ഫാദർ ജേക്കബ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. ഫാദർ ജോർജ് തേർമടം, ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 5:30 ലതീഞ്ഞ്, നൊവേനയ്ക്ക് ശേഷം ദിവ്യബലി നടന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30 തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നടക്കും. തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടാകും. തിരുനാൾ കമ്മിറ്റി കൺവീനർ TP ജെയ്സൺ, കൈക്കാരന്മാരായ KF ജോസ്, TJ ഷോജി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. പണിയെടുക്കുന്നവരെ പട്ടിണിയാക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ ധർണ നടത്തി. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ടാക്സി പാർക്കിൽ സംഘടിപ്പിച്ച ധർണ സംഘടനാ ജില്ലാ പ്രസിഡന്റ് CU ശാന്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് 3 മാസമായി കൂലി ലഭിക്കുന്നില്ലെന്നും 4 വർഷമായി കൂലി വർധനവ് നടപ്പിലാക്കുന്നില്ലെന്നും മിനിമം വേതന പരിധിയിൽ നിന്നും സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കാൻ ഉത്തരവിറക്കിയെന്നും പ്രഖ്യാപിച്ച മിനിമം കൂലി 8 വർഷമായിട്ടും നടപ്പിലാക്കിയിട്ടില്ലെന്നും സർക്കാരിന്റെ ധനവിനിയോഗത്തിൽ പാവങ്ങൾക്ക് മുൻഗണനയില്ലെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് TU ശാന്ത പറഞ്ഞു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ, കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് KM മണികണ്ഠൻ, രബിത സുരേഷ്, KA ഷീല, അനിത അശോകൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പിസാറ്റ് കോളേജിന്റെ ഈ വർഷത്തെ കോൺവൊക്കേഷൻ ചടങ്ങ് നടന്നു. കുന്നംകുളം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ACP CR സന്തോഷ് മുഖ്യാതിഥിയായിരുന്നു. കോളേജിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, പിസാറ്റ് കോളേജിന്റെ പ്രിൻസിപ്പാളും ഡയറക്ടറുമായ ലീന സുനിൽ, കോളേജ് HOD മൃദുല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗസ്റ്റ് ഓഫ് ഓണർ നൽകി 2 പേരെ ആദരിച്ചു. 1 സെന്റിമീറ്റർ മുതൽ 5 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള 3137 ബുക്കുകൾ ഉണ്ടാക്കി ഗിന്നസ് റെക്കോർഡ് നേടിയ സത്താർ ആദൂർ, ഗണിതശാസ്ത്രജ്ഞനും ഷോർട്ട് മൂവി, ഭക്തിഗാനങ്ങൾ എന്നിവയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിക്കുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് സ്നേഹോപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചത്. 2024 പാസ്സായ പാരാമെഡിക്കൽ കോഴ്സുകളായ ലാബ്, റേഡിയോളജി, ഒപ്റ്റോമെട്രി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫാർമസി അസിസ്റ്റന്റ് എന്നീ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥിനികൾ അവരുടെ സർട്ടിഫിക്കറ്റുകൾ ചെയർപേഴ്സണിൽ നിന്നും കുന്നംകുളം ACPയിൽ നിന്നും സ്വീകരിച്ചു. അധ്യാപകരായ അസിത, ജുബേറിയ, കീർത്തന, നസീറ, നിവേദ്യ, സന്ധ്യ, ഫർസാന, ഹൃദ്യ എന്നിവർ നേതൃത്വം നൽകി. കോളേജിലെ വിദ്യാർത്ഥികൾ, ഓഫീസ് ജീവനക്കാർ, വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. പഴഞ്ഞി അയനൂർ അയ്യമലക്കാവ് ക്ഷേത്ര സർപ്പക്കാവിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന സർപ്പക്കളത്തിന് വെള്ളിയാഴ്ച തുടക്കമായി. പള്ളിക്കര തുളസീധരൻ പുള്ളുവന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. തിങ്കളാഴ്ച ഭൂതകളത്തോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. ക്ഷേത്രത്തിൽ ദിവസവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും നടക്കുന്നുണ്ട്. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ KR സുബ്രഹ്മണ്യൻ, ജയപ്രകാശ്, KV മോഹനൻ, ചന്ദ്രൻ കണ്ടിരുത്തി, KK ബാലൻ, ശ്രീഹരി, അശ്വിൻ പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകും. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ UP ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കിരീടം നേടി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വിജയാഘോഷം നടത്തി. പ്രിൻസിപ്പാൾ GP ശ്രേയസ്, പ്രധാനാധ്യാപിക K ഗിരിജ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരും PTA പ്രസിഡന്റ്, PTA, MPTA മെമ്പർമാർ തുടങ്ങിയവരും പങ്കെടുത്തു.
കുന്നംകുളത്തെ ദിശാബോർഡുകൾ വൃത്തിയാക്കി NCC കേഡറ്റുകൾ. കീഴൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NCC കേഡറ്റുകളാണ് ശുചീകരണ യത്നത്തിൽ പങ്കാളികളായത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു സേവന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അരുൺകുമാർ, ജിസ് വി ആന്റണി, ASI മധുസൂദനൻ, സീനിയർ അണ്ടർ ഓഫീസർ അമൽരാജ് MR എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ പുതുശ്ശേരി പഴുന്നാനയിലുള്ള അരുവി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പം NCC ദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് യൂണിറ്റ് ഓഫീസർ ക്യാപ്റ്റൻ ശിവരാമകൃഷ്ണൻ അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ അണ്ടർ ഓഫീസർ ശ്രുതി PM, സീനിയർ കേഡറ്റുകളായ ക്രിസ്റ്റോ ജോൺസൺ, അഭിനന്ദ് കൃഷ്ണ, KA, അതുൽ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കേഡറ്റുകളെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അധികൃതർ മധുരം നൽകി ആദരിച്ചു. യാത്രക്കാർക്ക് കാണത്തക്ക രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയാണ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ദിശാബോർഡുകൾ NCC കേഡറ്റുകൾ വൃത്തിയാക്കിയത്. CCTV ന്യൂസ്, കുന്നംകുളം. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ അഷ്ടനാഗസമേത നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രീതിക്കായി മാസം തോറും നടത്തുന്ന ആയില്യം പൂജ നടന്നു. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രമേൽശാന്തി പട്ല ഇല്ലത്ത് രമേശ് ഭട്ട് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ആയില്യം പൂജാ ചടങ്ങുകളിൽ സംബന്ധിച്ചു. പൂജയുടെ ഭാഗമായി ചൂണ്ടൽ സുധർമ്മനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടുമുണ്ടായി. അയ്യൻകുളങ്ങര ദേവസ്വം ഭരണസമിതി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ നേതൃത്വം നൽകി. ആധുനിക മലയാള സൂഫി കാവ്യധാര എന്ന കൃതിയുടെ രചയിതാവ് ഷാജഹാൻ ഒരുമനയൂരിനെ MRRM ഹൈസ്കൂളിലെ 1984-85 സഹപാഠി കൂട്ടായ്മ ആദരിച്ചു. സഹപാഠിയും രചയിതാവുമായ KV ഷാജഹാനെ സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബ പൊന്നാടാണീച്ച് ആദരിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് പവിത്രൻ അധ്യക്ഷത വഹിച്ചു. TV ജയപ്രകാശ്, KM ജയ്പാൽ, PK ഷാരി, KR ആനന്ദൻ എന്നിവർ സംസാരിച്ചു. മലയാള സാഹിത്യത്തിൽ ഏറെയൊന്നും രേഖപ്പെടുത്താത്ത സൂഫി കാവ്യധാരയുടെ ഒരു ലഘുപരിചയമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് KV ഷാജഹാൻ നടത്തിയ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ചയായി നീണ്ടുനിൽക്കുന്ന അധ്യാപക കലോത്സവത്തിന് സമാപനമായി. അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ കലോത്സവത്തിന് മാറ്റുകൂട്ടി. ചിത്രരചന, കഥാരചന, കവിതാരചന, ഉപന്യാസരചന കൂടാതെ കാവ്യാലാപനം, നാടൻപാട്ട്, ലളിതഗാനം, നിമിഷപ്രസംഗം തുടങ്ങി 17 പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായ യോഗത്തിന്റെ ഉദ്ഘാടനം അധ്യാപികയും മികച്ച അഭിനയത്തിന് 2023 സംസ്ഥാന അവാർഡ് ജേതാവുമായ ബീന R ചന്ദ്രൻ നിർവഹിച്ചു. അജ്ഞതയുടെ ഇരുട്ടിനെ അകറ്റാൻ കലാവേദികൾക്ക് സാധിക്കുമെന്ന് ബീന R ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC കലോത്സവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, PTA പ്രസിഡന്റ് K ഫൈസൽ, PTA വൈസ് പ്രസിഡന്റ് കിൽസി കിൽക്കർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീനിവാസ് MG സ്വാഗതവും ഹയർ സെക്കൻഡറി വിഭാഗം കോർഡിനേറ്ററും അധ്യാപികയുമായ ലത CK നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, കുന്നംകുളം. ലോക റെക്കോർഡ് തിളക്കത്തിൽ ഗുരുവായൂർ സായി മന്ദിരത്തിൽ സത്യസായി ബാബയുടെ 99ാം ജയന്തി ആഘോഷിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ബാബയുടെ 99ാമത് ജന്മദിനം പ്രമാണിച്ച് കവി റഫീഖ് അഹമ്മദ് രചിച്ച് വിജേഷ് മണി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഒരേ സമയം 99 ഗായകർ വിവിധ സ്റ്റുഡിയോകളിൽ പാടി സമർപ്പിച്ചതിന്റെ റിലീസ് ഗവർണർ നിർവഹിച്ചു. വേൾഡ് റെക്കോർഡ് യൂണിയൻ CEO ക്രിസ്റ്റഫർ ടൈലർ ക്രാഫ്റ്റ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. തുടർന്ന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നൽകി. പ്രശസ്ത വയലിൻ കലാകാരി കുമാരി ഗംഗ ശശിധരൻ വയലിൻ കച്ചേരി അവതരിപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ചെയർമാൻ PV ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. സംവിധായകൻ വിജേഷ് മണി, മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണർ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. രാധാമാധവം നൃത്തശില്പം, മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ എന്നിവയും വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ 2025 കലണ്ടർ പ്രകാശനം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമി, മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി വലിയവളപ്പിൽ ഷെഫീഖ് എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. മഹലിലെ എല്ലാ വീടുകളിലും കലണ്ടർ എത്തിക്കുവാൻ സൗകര്യമൊരുക്കിയതായി പ്രസിഡന്റ് അറിയിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മുണ്ടത്തിക്കോട് DVLP സ്കൂൾ LP വിഭാഗത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ആഹ്ലാദ പ്രകടനത്തിന് പ്രധാന അധ്യാപിക V സരസ്വതി, PTA പ്രസിഡന്റ് RR ഉണ്ണികൃഷ്ണൻ, അധ്യാപകരായ ബാലമുരളി, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി.
ആഗോളതലത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നടത്തിവരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം ഞായറാഴ്ച കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10-ന് നടക്കുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക ആധ്യാത്മിക വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങളും വിവിധ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും. വൈകിട്ട് 4 മണി മുതൽ മൗനയോഗി സ്വാമി ഹരിനാരായണൻ, ഫാദർ പോൾ തേലക്കാട്, മൗലവി എം നാസർ അഹമ്മദ് തുടങ്ങിയ മതനേതാക്കൾ പങ്കെടുത്ത മൈത്രി സംഗമവും സമാപന സമ്മേളനവും നടക്കും. സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൺവീനർ അബ്ദുൽ ഖാദർ മൗലവി, ഗുലാം അഹമ്മദ് മൗലവി, മുഹമ്മദ് തൽഹ, മൗലവി MA സൈനുൽ ആബിദീൻ കമാൽ, അഷ്റഫ്, ഫിറോസ്, അബ്ബാസ്, ഇബ്രാഹിം മുതലായവർ നേതൃത്വം നൽകി. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി ചൊവ്വനൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി KJ ആഷ്ലിൻ. പ്രവൃത്തി പരിചയമേളയിൽ മെറ്റൽ എൻഗ്രോവിംഗിലാണ് ആഷ്ലിൻ ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കിയത്. അധ്യാപകരായ കുന്നംകുളം കുത്തൂർ ജക്സൺ ഷെമി ദമ്പതികളുടെ മകളാണ് ആഷ്ലിൻ. വിപണി. റിസർവ് ബാങ്ക് അംഗീകൃത ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഓക്ടൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 10ാമത്തെ ബ്രാഞ്ച് ഓഫീസ് കാണിപ്പയ്യൂർ HNH ബിസിനസ് സ്ക്വയറിന്റെ 2ാമത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ കൂദാശകർമ്മം മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ ജോസഫ് ചെറുവത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. വൈദികരായ റവറൻ ഫാദർ ശാമുവേൽ VM, റവറൻ ഫാദർ ജേക്കബ് TC, റവറൻ ഫാദർ ഗിവർഗീസ് വിൽസൺ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമശേഖരൻ T സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലർമാരായ ലബീബ് ഹസൻ, മിനി മോൻസി, MTS സ്കൂൾ മാനേജർ അജിത് M ചീരൻ, ഷമീർ ഇഞ്ചിക്കാലയിൽ, ഒക്ടൽ ഗ്രൂപ്പ് ചെയർമാൻ അപ്പുമോൻ CK, മാനേജിംഗ് ഡയറക്ടർ ക്രിസ് ഹാരിസ് ചെറുവത്തൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, വാഹന വായ്പ, മൈക്രോ ഫിനാൻസ്, പ്രോപ്പർട്ടി ലോൺ, ഇലക്ട്രിക് വെഹിക്കിൾ ലോൺ എന്നീ ലോണുകളും കമ്പനി നൽകുന്നു. സ്ഥാപനത്തിന്റെ വിലാസം ഒക്ടൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, 2nd ഫ്ലോർ, HNS ബിസിനസ് സ്ക്വയർ, നിയർ കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസ്, കാണിപ്പയ്യൂർ, കുന്നംകുളം. മൊബൈൽ 9995804666. മലർവാടി ബാലസംഘം മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിന്റെ പ്രചാരണ ക്യാമ്പയിന് കുന്നംകുളം ഏരിയയിൽ തുടക്കമായി. ചിറമനങ്ങാട് കോൺകോഡ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ PM ഹംസ ചിത്രരചനാ ക്യാമ്പയിൻ പോസ്റ്റർ ഏരിയ കോർഡിനേറ്റർ അബ്ദുൾ ഫത്താഹിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പാൾ രാജീവ് പ്രകാശ്, പ്രോഗ്രാം കോർഡിനേറ്റർ AV ഗഫൂർ, ഷഹീർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ബദനി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OAC, PA ബദറുദ്ദീൻ, ബക്കർ കുന്നംകുളം എന്നിവർ പങ്കെടുത്തു. കേച്ചേരി അൽ ഇസ്ലാ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ സുപ്രിയ സുബ്രഹ്മണ്യൻ, RA ഫസലുർ റഹ്മാൻ, A സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. നഴ്സറി ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 4 കാറ്റഗറികളിൽ നവംബർ 30-ന് പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ മത്സരം നടക്കുമെന്ന് മലർവാടി കുന്നംകുളം ഏരിയ രക്ഷാധികാരി ഷാജു മുഹമ്മദ് ഉണ്ണി അറിയിച്ചു. തൊഴിയൂർ ശ്രീ ആവേൻ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ വിളക്ക് ആഘോഷവും അന്നദാനവും നടന്നു. തയ്യിൽ മുരളി ഗുരുസ്വാമി, ആവേൻ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രഥമ അയ്യപ്പൻ വിളക്ക് നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ കെട്ടുനിറയും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുമുണ്ടായി. തൊഴിയൂർ ചേറ്റട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. രാത്രി 10-ന് ആവേൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പഞ്ചവാദ്യത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും താലമെടുത്ത മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടത്തിയത്. കുട്ടഞ്ചേരി അയ്യപ്പൻ സേവാ സംഘം സതീശൻ ആൻഡ് പാർട്ടി വിളക്ക് പാർട്ടിക്കും, കടവല്ലൂർ പഞ്ചവാദ്യ സംഘം പഞ്ചവാദ്യത്തിനും നേതൃത്വം നൽകി. തുടർന്ന് കനലാട്ടം, വെട്ടുംതട എന്നിവയും ഉണ്ടായി. ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായി. പരിപാടികൾക്ക് ആവേൻ ക്ഷേത്ര കുടുംബാംഗങ്ങളായ പ്രസിഡന്റ് സുനിൽ, സെക്രട്ടറി ദീപു, ട്രഷറർ രാജേഷ് എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും നേതൃത്വം നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം വെസ്റ്റ് യൂണിറ്റ് 40ാം വാർഷിക സമ്മേളനം നടന്നു. യൂണിറ്റ് ഇൻചാർജ് സുനിൽ ഏർത്ത് വരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
മിൻഹാസ് PM പ്രസിഡന്റ്, ദിലീപ് EK വൈസ് പ്രസിഡന്റ്, പ്രഭു MC സെക്രട്ടറി, റഫീഖ് ഔട്ട്ലൈൻ ജോയിന്റ് സെക്രട്ടറി, പ്രവീൺ പോൾ ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 7280 രൂപ, പവന് 58,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം കുന്നംകുളം ആനായിക്കൽ മനന്തൻ വീട്ടിൽ കൊച്ചു കുഞ്ഞൻ മകൻ സിജു എന്ന സ്റ്റാലിൻ MK നിര്യാതനായി 48 വയസ്സായിരുന്നു. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായിരുന്നു പരേതൻ. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. മേവീസ് ഭാര്യയും റിയ, ഡിയ എന്നിവർ മക്കളുമാണ്. തൃശൂർ ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റും മർച്ചന്റ് അസോസിയേഷൻ ആൽത്തറ യൂണിറ്റ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂരിന്റെ മാതാവ് ലൂസി ജോൺ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതനായ ആന്റോ, മൈക്കിൾ, റീത്ത എന്നിവർ മറ്റു മക്കളാണ്. പന്നിത്തട നീണ്ടൂർ തെക്കൂട്ടുപറമ്പിൽ രാമകൃഷ്ണൻ എഴുത്തച്ഛൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കമലാക്ഷി ഭാര്യയും സുരേഷ്, സുമേഷ്, സുനിത എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി പുലിക്കോട്ടിൽ ഉക്രു മകൻ ജോസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. പഴഞ്ഞി പാമ്പാടി തീർത്ഥാടക സംഘത്തിന്റെ ആംബുലൻസ് ഡ്രൈവറായിരുന്നു പരേതൻ. ഷീലയാണ് ഭാര്യ. ശ്യാം, അന്ന എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. പെരുമ്പിലാവ് ചാണാശ്ശേരി പരേതനായ ചന്ദ്രശേഖരൻ ഭാര്യ സാവിത്രി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രദീപ്, പ്രീതി, പ്രജിത്ത് എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേങ്ങാടി പുലിക്കോട്ടിൽ ജോസി പോൾ നിര്യാതനായി. 66 വയസ്സായിരുന്നു. ഷീബയാണ് ഭാര്യ. സംസ്കാരം ഞായറാഴ്ച 2 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കരയിൽ ചേലോടെ UR പ്രദീപ്, കൈക്കരുത്ത് കാട്ടി രാഹുലും പ്രിയങ്കയും. വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തി. പാലക്കാടും വയനാട്ടിലും ഭൂരിപക്ഷം ഉയർത്താൻ UDF-നായെങ്കിൽ ചേലക്കരയിൽ വിജയിച്ചെങ്കിലും LDF-ന്റെ വോട്ട് വിഹിതം കുറഞ്ഞു. വികസനമില്ലെന്ന കള്ളപ്രചാരണം ചേലക്കരയിലെ ജനം തള്ളിക്കളഞ്ഞെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ. ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമെന്നും LDF-ന്റെ വിജയം ഉറപ്പിച്ച പ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തിയതെന്നും MP. കുന്നംകുളത്ത് KSRTC ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. ഇടിച്ച ബസ് നിർത്താതെ പോയി. ദേശീയപാത നിർമ്മാണ കരാർ തൊഴിലാളികൾ കുടിവെള്ള പൈപ്പ് ലൈൻ തകർത്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.